ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ വിഷു ഇങ്ങെത്തി. ഇന്ന് സദ്യ സ്പെഷ്യൽ റെസിപ്പിയാണ്. നമുക്കിന്ന് ഇൻസ്റ്റൻ്റായിട്ട് മാങ്ങ അച്ചാർ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വെറും 5 മിനിറ്റ് മതി നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. ഞാനിവിടെ 400 ഗ്രാം പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തുടച്ചെടുത്തതാണ്. വെള്ളം നനവൊന്നും ഇല്ലാതെ തുടച്ചെടുക്കുക. ഇനി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. സദ്യക്കൊക്കെ മാങ്ങ അരിയുമ്പോൾ നല്ല ചെറുതാക്കി തന്നെ അരിഞ്ഞെടുക്കുക. അപ്പോൾ ദാ ഇതുപോലെ നല്ല ചെറുതാക്കി അരിഞ്ഞെടുക്കണം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ നല്ല കളറ് കിട്ടും. ഇപ്പോൾ സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അളവിന് മാറ്റം വരുത്താം കേട്ടോ. 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടി, ഉപ്പും കായപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തും ആയി വരണം. വെള്ളം നനവില്ലാത്ത സ്പൂൺ വെച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ചേർത്തതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട്, കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ലാസ്റ്റായിട്ട് ഇതിലോട്ട് നമ്മൾ വറുത്ത് പൊടിച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാൻ ചൂടാക്കി എടുക്കുക. പാൻ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണ ചൂടായിട്ടുണ്ട്. 1/2 മുതൽ 1 ടീസ്പൂൺ വരെ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരണം. എല്ലാ കടുകും പൊട്ടി വരുമ്പോൾ ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് തീ ഓഫ് ചെയ്യാം. ഇനി ഈ എണ്ണ ചൂടോടുകൂടി തന്നെ നമുക്ക് മാങ്ങയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തെളുപ്പം അല്ലേ? സദ്യക്കൊക്കെ വേഗത്തിൽ തലേ ദിവസം രാത്രി വല്ലതും തയ്യാറാക്കി വെച്ചാൽ മതി. പിന്നെ ഈ മാങ്ങ അച്ചാർ പുറത്ത് കുറേ ദിവസം ഇരിക്കില്ല. 2 ദിവസം കൊണ്ട് തന്നെ യൂസ് ചെയ്ത് തീർക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വെള്ളം നനവൊന്നും ഇല്ലാത്ത ഒരു കുപ്പിയിൽ അച്ചാർ ഇട്ടിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.